മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഹമാസ് എന്ന ഭീകര സംഘടനയിൽ നിന്ന് ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ഓരോ പൗരന്മാരും വെടിനിർത്തൽ കരാർ അനുസരിച്ച് രക്ഷപ്പെടുമ്പോൾ നമ്മൾ വലിയ ആശ്വാസത്തോടു കൂടി തന്നെയാണ് അതൊക്കെ നോക്കിക്കാണുന്നത്. സാധാരണക്കാര് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഹമാസ് പ്രേമികൾക്ക് വലിയ കുരു പൊട്ടിയിട്ട് വിളിച്ചു പറയാറുണ്ട്, അപ്പോ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തവരൊക്കെ സാധാരണക്കാരല്ലേ എന്ന്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം, ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടും ഹമാസ് ഭീകരരെ തന്നെയാണ്. അതല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദ് ഭീകരരെ ഈ രണ്ട് വകുപ്പിലും അല്ലാത്ത ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് എന്ന് പറയുന്നത് ഹമാസ് എന്ന ഭീകര പ്രവർത്തകരെ കൃത്യമായിട്ടൊരു ബിൽഡിംഗ് കേന്ദ്രീകരിച്ചൊക്കെ വളയുമ്പോൾ അതിന് മനുഷ്യകവചമായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് ഹമാസിന് വേണ്ടി പ്രതിരോധം തീർത്തിട്ടുള്ള ആളുകളെയുമാണ് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള 3 കാറ്റഗറിയിലുള്ള ആളുകളെയാണ് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത ഓരോ ആളുകളും ഭീകരരാണ് എന്ന് പറയുന്നത്. അതിൽ സ്ത്രീകളുണ്ട്. സ്ത്രീകളൊക്കെ വലിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ ചാടിവയും ആ സന്ദർഭത്തിലാണ് ഇസ്രായേലി സൈന്യം അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അറബ് രാജ്യങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് വെടിനിർത്തൽ കരാറില്. അതായത് ഹമാസ് ഇസ്രായേലിലെ സാധാരണക്കാരെ മോചിപ്പിക്കുമ്പോൾ 1, 2, 3 പേർക്ക് 100 കണക്കിന് ആളുകളെയാണ് ഇസ്രായേൽ വിട്ടുകൊടുക്കുന്നത്. അതിൽ കൊടും ഭീകരര് പോലുമുണ്ട്. അത്തരത്തിലുള്ള കൊടും ഭീകരർക്ക് ഗാസയിൽ തുടരാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിരുന്നത്. അത് വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥ വഹിച്ചിട്ടുള്ള ഖത്തർ, ഈജിപ്ത്, അമേരിക്ക ഉൾപ്പെടെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ഇസ്രായേൽ മോചിപ്പിക്കുന്ന ഈ കൊടും ഭീകരര് മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് പോവണമെന്നുള്ളതാണ് വ്യവസ്ഥ. അതിനനുസരിച്ച് ഇസ്രായേൽ മോചിപ്പിച്ചതിൽ 70 പേര് നിലവിൽ ഈജിപ്തിലെ ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത്. അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഇസ്രായേലി ജയിലിൽ ഉണ്ടായിരുന്ന അതേ വസ്ത്രമിട്ടുകൊണ്ടാണ് ഇന്നും ഈ ഈജിപ്തിലെ ഹോട്ടലിൽ മുന്നോട്ട് പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ 70 പേരെയും ഈജിപ്ത് അംഗീകരിക്കുന്നില്ല. ഈജിപ്ത് അവരെ അവരുടെ രാജ്യത്ത് താമസിപ്പിച്ചോളാമെന്ന് സമ്മതിക്കുന്നില്ല എന്നൊരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 70 പേര് മാത്രമല്ല, പുറത്ത് അതായത് ഗാസ മുനമ്പിൽ ഇപ്പോ ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടുള്ളതിൽ 23 പേരുണ്ട് ഗാസയിൽ താമസിക്കാൻ അർഹതയില്ലാത്തവർ. അവര് പ്രധാനമായിട്ടും അൾജീരിയ, തുർക്കി, ടുണീഷ്യ, ഖത്തർ ഈ രാജ്യങ്ങളെ ഏതെങ്കിലും സ്വീകരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ സമയം വരെ അവരും ഈ പറയുന്ന 23 പേരെയും സ്വീകരിക്കുന്നില്ല. അതായത് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ ആളുകളും കൊടും ഭീകരരാണ് എന്ന് അറബ് രാജ്യങ്ങൾ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഈ മധ്യസ്ഥ ചർച്ച നിന്നിരുന്ന രാജ്യങ്ങൾ പോലും ഇവരെ സ്വീകരിക്കുന്നില്ല. അപ്പൊ കേരളത്തിലെ സകല ഹമാസ് പ്രേമികളും മനസ്സിലാക്കുക, അറബ് രാജ്യങ്ങൾ പോലും ലോകത്തോട് വിളിച്ചു പറയാ, ഇസ്രായേൽ അറസ്റ്റ് ചെയ്തത് കൊടും ഭീകരരെ തന്നെയാണ്. അവരെ സ്വീകരിക്കാന് അറബ് രാജ്യങ്ങൾ തയ്യാറല്ല. ഇന്നും ഇസ്രായേലിലെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഇസ്രായേൽ വിട്ടുകൊടുത്ത് ഈജിപ്തിലെത്തിയിട്ട് ഈജിപ്തില് മറ്റൊരു ജയിലിൽ കിടക്കും പോലെ തന്നെയാണ് ഹമാസ് ഭീകരർ മുന്നോട്ട് പോകുന്നത്. ആ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഈജിപ്ത് സംവിധാനങ്ങൾ സമ്മതിക്കുന്നുമില്ല. ഈജിപ്തിലെ സുരക്ഷാ സംവിധാനങ്ങള് ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നുമില്ല. അപ്പോ സകലരും തിരിച്ചറിയുക, ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിരുന്ന ഓരോ ആളുകളും കൊടും ഭീകരരാണ് എന്നുള്ളത്. ഇവിടെയുള്ള ഹമാസ് പ്രേമികള്, ഗാസക്ക് മാത്രം മനുഷ്യത്വം പറയുന്ന ഒരുപാട് നെറികെട്ട ആളുകളുണ്ടല്ലോ, അവരൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയാ ഹമാസ് ഇന്ന് വലിയ സ്റ്റേജ് ഒക്കെ കെട്ടിയിട്ട് വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ട് വലിയ അത്യാധുനിക ക്യാമറ സംവിധാനങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് ഇവിടെ ഓരോ മോചിപ്പിക്കൽ നടക്കുമ്പോഴും കൊട്ടിഘോഷിച്ചുകൊണ്ട് അവര് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതേസമയം അവിടെ ഗാസയില് ഗാസൻ ജനതക്ക് ഭക്ഷണം കിട്ടാത്ത, ഭക്ഷണത്തിന്റെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം കാണാൻ ഹമാസ് ഒരു തരത്തിലും ശ്രമിക്കുന്നില്ല. സാമ്പത്തിക പ്രശ്നം, പ്രതിസന്ധിയുണ്ട് എന്നാ പറയുന്നത്. പക്ഷേ ഈ ബന്ദിമോചനത്തില് സകല ആളുകൾക്കും പുതിയ യൂണിഫോം,
പുതിയ പോസ്റ്ററുകള്, അത്യാധുനിക സംവിധാനമുള്ള ക്യാമറകള്, സകല സ്റ്റേജുകള്, ഇതൊക്കെ കെട്ടാനും ഇതിന് ഈ ഭീകരവാദ പ്രവർത്തനത്തിന് സകലതിനും ഹമാസിന്റെ കയ്യിൽ പണമുണ്ട്. പക്ഷേ ഗാസൻ ജനതയുടെ ഭക്ഷണ വിഷയത്തിന് ഒരു ഉത്തരം നൽകാൻ ഹമാസിന് സാധിക്കുന്നില്ല. ഹമാസ് പോരാളികളാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരുപാട് എരപ്പാളികൾ നമ്മുടെ കേരളത്തിലില്ലേ? അവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പോരാളികൾ എന്തുകൊണ്ടാണ് ഗാസൻ ജനതയുടെ ഭക്ഷണത്തിന് പോലും ഒരു ഉത്തരം കണ്ടെത്താത്തത്? മറിച്ച് അവര് ഭീകരവാദ പ്രവർത്തനത്തിന് മാത്രമേ ഫണ്ട് കണ്ടെത്തുന്നുള്ളൂ. ഇതൊന്നും എന്തുകൊണ്ടാ ബോധം വെച്ചൊന്ന് ചിന്തിക്കാത്തത്? ഗാസയിൽ മാത്രം മനുഷ്യത്വം പറയുന്ന ഓരോ ആളുകളും, നമ്മൾക്കിടയിലുള്ള ഓരോ ആളുകളും പച്ചവർഗീയവാദികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇസ്രായേലാണ് 1000 വട്ടം ശരി എന്നുള്ളത് നിരന്തരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിരുന്ന ഓരോ ആളുകളും കൊടും ഭീകരരാണ് എന്ന് വിളിച്ചു പറയുന്നത് ഇസ്രായേൽ മാത്രമല്ല, അറബ് രാജ്യങ്ങൾ പോലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും ഒരു തരത്തിലും ചർച്ച ചെയ്യേണ്ട. അവരെങ്ങനെ മുന്നോട്ട് പോവുക? ഒരു ചർച്ചയില്ല. ഗാസയിലെ മാത്രം മനുഷ്യത്വം പറഞ്ഞ് പിന്നെ കുറെ ആളുകള് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലില് ഹമാസിന് ഒരുപാട് ആളുകളെ ഇസ്രായേലിൽ നിന്ന് വിട്ടുകിട്ടി, അത് ഹമാസിന്റെ വിജയമാണ് എന്നൊക്കെ മണ്ടത്തരം വിളിച്ചു പറയുന്നുണ്ട്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, 1ഉം 2ഉം 3ഉം ഇസ്രായേലി പൗരന്മാർക്ക് 100 കണക്കിന് ഹമാസ് ഭീകരരെ ഇസ്രായേൽ വിട്ടുകൊടുക്കുന്നുണ്ട് എങ്കിൽ ബോധം വെച്ചൊന്ന് ചിന്തിച്ചുകൂടെ? ഇസ്രായേലിലെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിലെ ഭരണാധികാരികൾ എന്തും ചെയ്യുമെന്നുള്ളത്. 1200-ലധികം ആളുകളെ ഹമാസ് കൊലപ്പെടുത്തിയതിനാണ് ഗാസ എന്നൊരു പ്രദേശം പതിറ്റാണ്ടുകൾ എടുത്താലും ഇനി പഴയഗതിയിലേക്കാവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന UN കേന്ദ്രീകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന പല സംഘടനകളും മുന്നോട്ട് വെക്കുന്നത്. ഇസ്രായേല് അവിടെയുള്ള പൗരന്മാർക്ക് വലിയ മൂല്യം നൽകുന്നത് കൊണ്ടാണ് ഇതുപോലെ ഹമാസ് ഭീകരരെ, എത്ര ഭീകരരെ വേണമെങ്കിലും വിട്ടുകൊടുത്ത് അവരുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നത്. ഇതൊക്കെ ഒരു സാമാന്യ ബോധമല്ലേ? അതെങ്ങനെയാ ഹമാസിനെ പിന്തുണക്കുന്നവർക്ക് ഈ സാമാന്യ ബോധം എന്നൊരു സാധനമുണ്ടോ? അവർ മതത്തിന്റെ കണ്ണിൽ മാത്രമല്ലേ സകലതും കാണൂ? സകല ആളുകളും തിരിച്ചറിയുക, ഗാസക്ക് വേണ്ടി മാത്രം ആരു മനുഷ്യത്വം പറഞ്ഞാലും അവർ നമ്മൾക്കിടയിലെ പച്ചവർഗീയവാദികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട.